മഹാഭാരതത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരാളാണ് സത്യവതി. കുരുരാജാവായ ശാന്തനുവിന്റെ ഭാര്യയും കൗരവരുടെയും പാണ്ഡവരുടെയും മുതുമുത്തശ്ശിയുമായിരുന്നു അവർ. വളരെ ശക്തിയും സ്വാധീനവുമുള്ള സ്ത്രീയായ അവർ തന്റെ അനിയന്ത്രിതമായ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും കാരണം മഹാഭാരത യുദ്ധത്തിന്റെ വിത്തുകൾ പാകി. മുക്കുവനും ഗംഗാനദിയിലെ കടത്തുകാരനുമായിരുന്നു സത്യവതിയുടെ വളർത്തുപിതാവ്. ചേതി രാജാവായ ഉപരിചര വസുവിന് അദ്രിക എന്ന അപ്സര വനിതയിൽ ജനിച്ച 2 മക്കളിൽ ഇളയ പുത്രിയാണ് സത്യവതി. അദ്രിക ബ്രഹ്മാവിന്റെ ശാപത്താൽ മത്സ്യമായി നദിയിൽ കഴിയുന്ന കാലഘട്ടത്തിലാണ് ഉപരിചര വസുവിന്റെ മക്കളെ ഗർഭം ധരിക്കുന്നത്. മത്സ്യത്തെ മുക്കുവർ പിടിക്കുകയും അതിനുള്ളിലുണ്ടായിരുന്ന ആൺകുട്ടിയെ മക്കളില്ലാതിരുന്ന ചേതി രാജാവിന് കൊടുക്കുകയും ഇളയ പുത്രിയെ മുക്കുവർ തന്നെ വളർത്തുകയും ചെയ്തു. പുത്രിക്ക് സത്യവതി എന്ന് നാമകരണം നടത്തിയെങ്കിലും അവൾക്ക് മത്സ്യഗന്ധമുള്ളതിനാൽ മത്സ്യഗന്ധി എന്നും അവൾ അറിയപ്പെട്ടു. സത്യവതിക്ക് കാളി എന്നും പേരുണ്ടായിരുന്നു. വളർത്തച്ഛനായ മുക്കുവൻ ഒരു തോണിക്കാരനായിരുന്നതിനാൽ യാത്രക്കാരെ തോണിയിൽ കയറ്റി ഗംഗാ നദിയുടെ പോഷക നദിയായ കാളിന്തി നദി കടത്തുന്നതിൽ കാളിയും അച്ഛനെ സഹായിച്ചിരുന്നു. ഒരിക്കൽ പരാശരൻ എന്ന മഹർഷി കാളിന്തി നദിയിലൂടെ കടക്കാൻ അതുവഴി വന്നു. അദ്ദേഹത്തെ തോണിയിൽ കയറ്റി അക്കരെ കടത്തിയത് കാളിയായിരുന്നു. സത്യവതിയുടെ സൗന്ദര്യത്തിൽ പരാശരന് അനുരാഗമുണ്ടാവുകയും അദ്ദേഹം അവളോട് പ്രേമാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. അവൾ പലതും പറഞ്ഞ് മുനിയെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും പരാശരൻ കൃത്രിമമായ ഒരു മൂടൽമഞ്ഞ് സൃഷ്ടിച്ച് അതിനുള്ളിൽ വെച്ച് അവളെ പരിഗ്രഹിക്കുകയും കാളി ഗർഭിണിയായി ഉടൻ തന്നെ പ്രസവിക്കുകയും ചെയ്തു. തന്റെ ഇംഗിതം സാധിപ്പിച്ചതിന്റെ പാരിതോഷികമായി മുനി 2 വരങ്ങൾ കൊടുത്തു. അവളുടെ കന്യകാത്വം നഷ്ടപ്പെടില്ല എന്നും അവളുടെ മത്സ്യഗന്ധം മാറി പകരം കസ്തൂരിഗന്ധ പരിമളം മണക്കുമെന്നുമായിരുന്നു അവ. സത്യവതിക്ക് പരാശര മഹർഷിയിൽ ഉണ്ടായ പുത്രനാണ് ദ്വൈപായനൻ അഥവാ വേദവ്യാസ മഹർഷി. അദ്ദേഹം മഹാവിഷ്ണുവിന്റെ അംശാവതാരമായതിനാൽ അദ്ദേഹത്തിന് കൃഷ്ണദ്വൈപായനൻ എന്നും പേരുണ്ടായി. വേദവ്യാസൻ ജനിച്ച ഉടൻ തന്നെ യുവാവായി തീരുകയും അമ്മയായ സത്യവതി എപ്പോൾ ആവശ്യപ്പെടുമോ അപ്പോൾ തന്നെ അടുത്തെത്തുമെന്ന് അറിയിച്ച് കാട്ടിൽ ധ്യാനത്തിനായി പോവുകയും ചെയ്തു.